നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതോടുകൂടി ഇവരുടെ ജീവിതം നേട്ടങ്ങൾ കൊയ്യും. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന ഫലങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ. ഇവരുടെ പ്രാർത്ഥനകൾക്കും ഇവരുടെ വഴിപാടുകൾക്കും അകമഴിഞ്ഞ സമർപ്പണത്തിനുമൊക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ജീവിതത്തിൽ വരാൻ പോകുന്ന സൗഭാഗ്യത്തിന്റെ തുടർച്ചകൾ ഇവർക്ക് കാണാൻ സാധിക്കും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വലിയ മാറ്റത്തിന്റെ തുടക്കം വരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന ഒരു സമയമാണ്. ഏറ്റവും നല്ല സമയം എന്ന് പറയാൻ സാധിക്കും. ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഇവർക്ക് ഏറ്റവും ഭംഗിയായി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായ നിമിഷങ്ങൾ വന്നു ചേരുന്ന സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ മനസ്സിലുള്ള ആദി ഒഴിയുന്നു. ഇവർക്ക് ഭാഗ്യം വന്നു ചേരുന്നു. കുടുംബത്തിൽ നിന്ന് ഒന്നടങ്കം സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസ്ഥകൾ ലഭിക്കുന്നു. കുടുംബത്തിൽ മൊത്തത്തിൽ ഐശ്വര്യം തിങ്ങി വിളങ്ങുന്ന ഒരു സമയമാണ്. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. നല്ല മുഹൂർത്തങ്ങൾ, മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. നല്ല ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഭാഗ്യ കടാക്ഷത്തിനുമൊക്കെ ഇവരുടെ നേട്ടം ഇരട്ടിയാകുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം മൂലം ഇവർക്ക് സാധിക്കും. ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് ഭാഗ്യവും ഐശ്വര്യവും സൗഭാഗ്യവും ഒക്കെ ഇപ്പോൾ ലഭിക്കുന്നതിന്റെ ഇരട്ടി അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ഇവർ പ്രാർത്ഥിക്കുക. ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദോഷ ദുരിതങ്ങൾ അനുഭവിച്ച ആളുകളാണ് ഈ ഒരു സമയം വരെയും. ഇവർക്ക് പല വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ ആദിയായിരുന്നു, ശത്രുദോഷമായിരുന്നു. ഈ സമയത്തിന്റെ ഈ ദോഷഫലങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഇവർക്ക് ഇവരുടെ ദോഷങ്ങൾ അവസാനിച്ചുകൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഐശ്വര്യത്തിന്റെ നാളുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ശത്രുദോഷമൊക്കെ മാറുകയും അറുതി വരുന്ന ഒരു സമയം. ഇവർക്ക് സമ്പത്ത് വർദ്ധിക്കുന്നു. സാമ്പത്തിക നിലയിലുണ്ടായിരുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു. ഇവർക്ക് ഏറ്റവും അനുഗ്രഹീതമായ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമൊക്കെ ഏറ്റവും ഫലസിദ്ധി വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവർ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്ന സമയമാണ്. ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് വന്നു ചേരുന്നു. ഒട്ടേറെ സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയം കൂടിയാണ്. തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, സാധ്യതകളൊക്കെ ഇവരുടെ മുന്നിൽ വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരുന്നു. പ്രത്യേകിച്ചും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ശാരീരിക സൗഖ്യം, ആരോഗ്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. രോഗാവസ്ഥകൾക്ക് മോചനം ലഭിക്കുന്ന ചികിത്സകൾ പൂർണ്ണ ഫലസിദ്ധി വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല സമയം, എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. കടങ്ങളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പണം ഒരുപാട് ഇവരുടെ കൺമുന്നിൽ വന്നു ചേരുന്നു. സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു.
പല രീതിയിലും തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തുടങ്ങാൻ സാധിക്കുന്ന സമയമാണ്. ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നു. ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. നേട്ടങ്ങൾ ഉണ്ടാകും, ഉയർച്ചകൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. വളരെ മോശമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അപകട സാധ്യതകൾ ഇവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ദുഃഖ ദുരിതങ്ങൾ മാറ്റപ്പെടാതെ കഴിഞ്ഞിരുന്നു. മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് നീറുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു. ഇപ്പോൾ അതൊക്കെ മാറുന്ന ഒരു സമയമാണ്. കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ദുഃഖ ദുരിതങ്ങൾ ഈശ്വരൻ കാതോർത്തിരിക്കുന്നു, ഈശ്വരൻ കേൾക്കും. അതിനുള്ള മാറ്റങ്ങൾ വളരെ എളുപ്പത്തിലും കഠിനമായ ദുഃഖ ദുരിതങ്ങൾ മാറുന്ന സമയമാണ്. പരിഹാരമുണ്ട്. എല്ലാവിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ ഏറെ വന്നു ചേരുന്നു. സങ്കടകരമായിട്ടുള്ള പല അവസ്ഥകളും അവരുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പരാജയങ്ങളാണ് ഇതുവരെ വന്നു ചേർന്നിരിക്കുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ വരുന്ന അവസ്ഥയിൽ ദുഃഖമായിരുന്നു തളം കെട്ടി നിന്നിരുന്നത്. നേടിയെടുത്ത കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, ആരോഗ്യമൊക്കെ വളരെയധികം മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇതുവരെ വന്നു ചേർന്നിരുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇനി അങ്ങോട്ട് മാറുന്ന സമയമാണ്. ആരോഗ്യം അനുകൂലമായി നിൽക്കുന്നു. രോഗദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന സമയം. മനപ്രയാസം, മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾക്ക് വലിയ ഫലമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മാറ്റം ഉറപ്പാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മോശ സമയത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ഒരു സമയമാണ്. ദുഃഖാർത്ഥമായ വാർത്തകൾ കേൾക്കേണ്ട സമയമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. മനസ്സമാധാനം ഒരിക്കലും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മോശപ്പെട്ട അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് ഇവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈശ്വരന്റെ വരപ്രസാദമായ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നു. മനസ്സിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുക. അപകടമായ അവസ്ഥയിൽ നിന്നാണ് ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നത്. സൂക്ഷിക്കുക. അപകട ഭീതിയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കും. എന്നിരുന്നാലും ചില മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള വാർത്തകളുണ്ട്. അതിൽ നിന്നുള്ള മോചനം ഇവർക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് വളരെ മോശമായ സമയത്തിൽ നിന്നുള്ള മോചനമാണ് ലഭിക്കുന്നത്. കടബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. പണപ്പണ്ടം തിരികെ എടുക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു. ഒരുപാട് ധനനഷ്ടമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അനാവശ്യമായ ചെലവുകൾ ഇവർക്കുണ്ടായിരുന്നു. ആ ചെലവുകളൊക്കെ തീർത്ത് വരവ് വർദ്ധിപ്പിക്കുന്നതിനും ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച അവസരങ്ങളും മികച്ച നേട്ടങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് അനാവശ്യ ചെലവുകൾ അധികരിക്കാതെ നോക്കേണ്ട ഒരു സമയമാണ്. പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നു. ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഭാഗ്യം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന വലിയ രീതിയിലുള്ള വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ ശിവ ഭഗവാനെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമയത്തിന്റെ മാറ്റവും ഇരട്ടി സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് സാധ്യമാകും. ഗുണഫലങ്ങൾ ഏറെ വന്നു ചേരുകയും ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഗുണഫലങ്ങൾ ശുഭകരമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും രോഗദുരിതങ്ങൾ വിട്ടുമാറുന്നതിനും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തടസ്സങ്ങളൊക്കെ മാറി ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇവർ പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. കടങ്ങളൊക്കെ തീർക്കാൻ അവർക്ക് സാധിക്കും. സാമ്പത്തിക ദുരിതങ്ങളൊക്കെ മാറ്റപ്പെടുന്ന സമയമാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് അത് സ്വരുക്കൂട്ടിയ സാമ്പത്തികം ഇതുവരെ അവരുടെ കൈകളിൽ ഉണ്ടായിട്ടില്ല. പല വിധത്തിലാണ് അവരിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നിട്ടുള്ളത്. ഇനി അവരുടെ ജീവിതത്തിൽ ദേവി കടാക്ഷം കൊണ്ട്
വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും മാനസിക പിരിമുറുക്കങ്ങൾ മാറി ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.